എന്റെ പൊന്ന് നന്ദിനിക്കുട്ടി, എടി നിന്നെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഗൾഫിൽ പോകണമെന്ന് എനിക്കൊരു യാതൊരു ആഗ്രഹമില്ല. ആ മൂദേവി ഉണ്ടല്ല എന്റെ ഭാര്യ രാജി, എടി അവളടുത്തൊരു മോതിരം ചോദിച്ചപ്പോൾ അവള് തന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിന്നെ വിറ്റിട്ട് ഗൾഫിൽ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? എന്റെ പൊന്നുമക്കള് പിണങ്ങല്ലേ. മക്കൾക്ക് പരുത്തിക്കുരു തരാം, പിണ്ണാക്ക് തരാം, പാല് തരാം. പാല് ഞാൻ എന്തിനാ പറഞ്ഞത്? നീയല്ലേ ഇങ്ങോട്ട് തരാനുള്ളത്. ഒരു മനുഷ്യൻ നേരം വെളുത്ത കാണുന്ന കാഴ്ച ഇതാ. നിന്നെടുത്ത് ആര് പറഞ്ഞടി എന്റെ പുറകെ വന്നിങ്ങനെ നിൽക്കാൻ? അതല്ല, നിങ്ങൾ എന്തോ ചെയ്യൂ അവിടെ, നിങ്ങൾ എന്തോ ചെയ്യൂ അവിടെ? അയ്യോ, നന്ദിനിയുടെ കൊഞ്ചക്കം. നന്ദിനിയുടെ കുഞ്ചാക്കോ? നന്ദിനിയുടെ കുഞ്ചാക്കല്ല, നന്ദിനിയുടെ ദിലീപ്. എടി നന്ദിനിയായിട്ട് കൊഞ്ചുന്നത് കണ്ടില്ലേ നീ? കൊഞ്ചെന്ന് ഞാനില്ലേ നിങ്ങളുടെ ഭാര്യ? അതിന് കൊടുക്കുന്ന സ്നേഹം കുറച്ചെങ്കിലും നിങ്ങൾ എനിക്കിതാ. എന്റെ പൊന്നേ, ഇവളൊരു കാര്യം എന്തെങ്കിലും കൊഞ്ചാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തിരിഞ്ഞിരും. മക്കളെ ഒന്ന് കണ്ണടച്ചിരുന്നേ. എടി ഒന്ന് മാതുറയടി. പരുത്തിക്കുരു കൊള്ളാമോ? കൊള്ളാമോ പരുത്തിക്കുരു? ടേസ്റ്റ് ഉണ്ടോ? ആരാടാ നിങ്ങൾ ചോദിച്ചത്? ആരാടാ ചോദിച്ചതെന്ന്? എന്റെ നന്ദിനി എടുത്ത്. എന്റെ ദൈവമേ, അതിനെ ഈ കൊഞ്ചിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്ര നാളെ എന്നെ കൊഞ്ചിച്ചിട്ടുണ്ടോ? എന്റെ പൊന്ന് രാജി, നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കുന്നത്. എപ്പോ കണ്ട നേരം രാജി രാജി രാജി. എങ്ങനെ കൊഞ്ചിക്കാൻ തോന്നൂടി നിന്റെ അറവല സൗണ്ട്? കൊഞ്ചിക്കാൻ വരുമ്പോഴേ മനുഷ്യന്റെ ഉള്ള മൂടങ്ങ് പോവുകയാണ്. മൂടല്ല, നിങ്ങളുടെ മണ്ടയാ പോണ്ടത്. എന്തായാലും നിങ്ങളുടെ അസുഖം തീരുമല്ലോ. എന്റെ മൂലക്കുരുവിന്റെ മരുന്ന് നീ മാറ്റോണ്ട് വന്ന? അതാണോ ഞാൻ പറഞ്ഞത്? പശുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, കച്ചവടമായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കച്ചവടക്കാരൻ ഈ പശുവിനെ അഴിച്ചോണ്ട് പോകുന്ന നേരത്ത് മീൻകാരന്റെ പുറകെ പൂച്ച മണത്ത് പോകുന്ന പോലെ നിങ്ങൾ പോവരുത്. പോയാൽ എന്താണോ സത്യം പറയാലോ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ട എന്റെ തുണി ഉരിഞ്ഞു പോവാ, തൊലി ഉരിഞ്ഞു പോവാന്ന്. നിനക്ക് നാണക്കേടുണ്ടാവണം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പേരെന്തുവാ ചേട്ടാ? മധു. മധു. പക്ഷെ നാട്ടുകാർ മൊത്തം നിങ്ങളെ വിളിക്കുന്നത് കാളമധു. കാളമധു തന്നെ ഷാൻചേട്ടാ, എന്റെ പേര് കാളമധു എന്ന്. ദൈവമേ, ഒരു 10-15,000 അവാർഡ് കിട്ടി ഫീൽ. എടി മക്കളെ, നിന്റെ അച്ഛന്റെ പേര് കാളമധു എന്ന്. നിനക്ക് കാളമധുവിന്റെ വക ചെലവുണ്ടടി. എന്റെ ദൈവമേ, കളിയാക്കിയ പോലും മനസ്സിലാത്തൊരു മുതുകാള. എന്താ കാണിക്കുവാ? എന്റെ പൊന്ന് നന്ദിനി, നന്ദിനി പൊന്ന് രാജി, നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാ നമ്മുടെ നന്ദിനെ വിൽക്കാതെ ഇരിക്കാൻ ചേട്ടന് സുഖമായിട്ട് ഗൾഫിൽ പോയിട്ട് വരികയും ചെയ്യാം. മനസ്സിലായില്ലേ? എടി നിന്റെ അച്ഛൻ വാഴക്കപ്പൻ തന്ന ശ്രീധനം ഉണ്ടല്ലോ, അഴുക്കപ്പൻ. അതിനെക്കാട്ടും നല്ലത് വാഴക്കപ്പൻ. നിങ്ങൾ അതന്നെ പറഞ്ഞു. വാഴക്കപ്പൻ തന്ന ശ്രീധനം ഉണ്ടല്ലോ, എന്തിനുണ്ടായിരുന്നു? മൂക്കുപിടി വാങ്ങിക്കാണ്ടായിരുന്ന? ഇല്ലല്ല. അതുകൊണ്ട് കൈ കിടക്കണ മോതിരം ഒന്ന് തന്നാൽ ചേട്ടൻ ഗൾഫിലും പോവും. നിനക്ക് ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ കറങ്ങി ചുമ്മാ ചെത്തി നടക്കുകയും ചെയ്യാം. മാസാമാസം അണ്ടിപ്പരിപ്പ് മുന്തിരി ഈത്തപ്പഴമൊക്കെ നിനക്ക് ചുമ്മാ ചവച്ചോണ്ട് നടക്കുകയും ചെയ്യാം. തരില്ലല്ലേ? തരൂലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നീ പറഞ്ഞില്ല, പക്ഷെ നിന്റെ എക്സ്പ്രഷനിൽ എനിക്ക് മനസ്സിലായി നീ മോതിരം തരൂല. അതുകൊണ്ട് ഞാൻ പശുവിനെ വിൽക്കാൻ പോണേ. ഞാനൊരു പുതിയ കയർ വാങ്ങിച്ചോണ്ട് കിട്ടും. അത് എന്തൊരു കൂത്താന്ന്? എടി, പുതിയ കയറിട്ട് വേണ്ട പശുവിന് കൊടുക്കാൻ. അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 10 സെന്റ് സ്ഥലവും ഈ പശുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? അതിനുള്ള പ്രായമായോ എന്റെ കൊച്ചിന്? തൽക്കാലം നിന്ന് പഠിക്കട്ടെ. അയ്യോ, പഠിക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കിളിച്ചാ അത് അറിഞ്ഞ് നിങ്ങൾ ഈ പശുവിന് ഇട്ട് കൊടുക്കും. അമ്മാതിരി തൊഴിലാ നിങ്ങളുടെ കൈ ഇരിക്കുന്നത്. പറഞ്ഞവെല്ലാം കേട്ടാ? ആട്ടിക്കണ്ടിങ്ങനെ നില്ലിക്കേ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഒറ്റ പ്രാവശ്യം കൂടെ. ആ മോതിരം ഒന്ന് തന്നി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാ? ചെട്ടിയാരെ, ഒരു 4:30 മണിയാകുമ്പോ ഒരു നല്ല പശുവിനെ, ഒരു മുതുക്ക് പോത്തിനെ തരാം. കഴിക്ക്. ഇന്നത്തോടെ നിന്റെ അവസാനത്തെ കഴിപ്പില്ല. മാല കൊടുക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് പണയം വെച്ചു. പിന്നെ കമ്മല് ചോദിച്ചു, അത് ഞാൻ കൊടുത്തുകൊണ്ട് പണയം വെച്ചു. ഇനി ഒരു മോതിരം കൂടെ. കുടി. അയ്യോ, എന്റെ മോതിരം പോയ വഴി ഇസ്കി കൊണ്ട് പോയോ? ഇല്ലല്ലോ, കാട് കളിക്കുന്നിടം വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി പശുവെങ്ങാനം കഴിച്ച് അങ്ങേര് വളർത്തിയ പശുവല്ല ഇത് തന്നെ ചെയ്യും. ഇത് ഞാനിപ്പോ ആരോട് പറയും? ഇന്ന് കച്ചവടക്കാരൻ കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുപോകാൻ ചെയ്യല. എന്റെ ദൈവമേ, ആരുണ്ട് ഇപ്പൊ എന്നെ ഒന്ന് സഹായിക്കാൻ? യോ അമ്പുകൾ എന്മാർ തുളൈത്തതെന്ന പരോപകാരി സതീശൻ. നിലാവിലെ തോன்றுം എണ്ണം നിലാവിലെ തോങ്കും വണ്ണം. ഓ, ഈ പഞ്ചായത്ത് ഇതുപോലെ വൃത്തികേട്ടായിട്ട് പാട്ട് പാടാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. സതീശൻ എടാ മോനെ, നീ തിരക്കണോടാ? ആ, രമ ചേച്ചിക്ക് ഗുളിക മേടിക്കണം, സുമ ചേച്ചിക്കാണെങ്കിൽ തേങ്ങ മേടിക്കണം, മീനയ്ക്ക് മീൻ മേടിക്കണം. അല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. നീ ഇങ്ങോട്ട് വന്നായിരുന്നു, നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അയ്യോ, എനിക്ക് നിന്ന് തിരിയാ സമയമില്ല ചേച്ചി. തിരക്കാണേ സാരമില്ല, ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. പച്ച പരിഷ്കാരി, പച്ച മലയാളി, പുരുഷ മുതലാളി, മദ്യം മദ്രാസി. സതീശൻ തിരക്കാൻ
തരാന്ന് പറഞ്ഞിട്ട് എന്തേ? അത് ചുമ്മാ ഞാൻ ഡിമാൻഡ് അടിച്ചതല്ലേ. ആണോ? ഇത്ര അടുത്ത് താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും വേറെ ആവശ്യം വരണ്ടേ? ദൈവമേ, ഈ വീട്ടിൽ എന്നും ആവശ്യം വരണേ. എന്താ? അല്ല ഒന്നുമില്ല. എടാ ചേട്ടൻ ഈ വീട്ടിലില്ലേ? അത് ഞാൻ കണ്ടല്ലോ, അതാണല്ലോ ഇങ്ങോട്ട് കേറി വന്നത്. എടാ ചേട്ടൻ വരുന്നതിന് മുമ്പ് എന്റെ കാണാതെ പോയ സ്വർണ്ണമോതിരം ഒന്ന് കണ്ടെത്തി തരണം. സ്വർണ്ണമോതിരം കാണാതെ പോയോ? ആണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നോ ബെഡ്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അവിടെ ഇല്ല, അവിടെ ഇല്ല, അവിടെ ഇല്ല. അപ്പൊ കുടിച്ചോണ്ടിരുന്നോ ബാത്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അവിടെ ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ കിടുക്കൊരു സ്പോട്ട് ഉണ്ട്, ആ കലങ്ങിന്റെ താഴെ. അവിടെ ആകുമ്പോ ഇപ്പൊ ആരും കാണാത്ത മോതിരം തപ്പാൻ പറ്റിയ സമയം നമുക്ക് അവിടെ പോകാം. നീ എന്തോടാ ഈ പറയുന്നേ? അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പ്രതീക്ഷകൾ. അവിടെ അല്ല പോയത്. പോയത് എവിടാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എവിടാ അത്? പശുവിന്റെ വയറ്റി. പശുവിന്റെ വയറ്റി പോയി. ഞാൻ പോണു. പോയത് രമചേച്ചി ഗുളിക മേടിക്കണം. ഗുളിക നമ്മൾ തിന്നണ്ട. അധികാരം അല്ലേ? അപേക്ഷയുടെ എങ്ങനെങ്കിലും ഈ ചേച്ചി ഒന്ന് സഹായിക്കട്ടെ സതീശ. ഓ, ചേച്ചിമാരുടെ ഈ കിണുക്കൽ കാണുമ്പോ എങ്ങനെ പോവാതിരിക്കും? സതീശൻ സഹായിക്കാം. ചേച്ചി പാതാളക്കരണ്ടി കിട്ടൂ. ഇവിടെ ചെറുക്കായി വിറ്റ് നിർത്തേക്കുന്ന പശു കേടുപാടില്ലാതെ വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മൂക്കിപ്പൊടി. യൂതാ കണ്ണൊക്കെ തള്ളണ്. ശ്വാസം മുട്ടി ഇവിടെ കിടന്ന് ചാവും. എന്തുവാ നീ എന്നെ പറഞ്ഞ മൂക്കി പിടിക്കാനായിട്ട്? അതല്ലെന്ന്, കുറച്ച് മൂക്കിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പശുവിന്റെ മൂക്കിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് തുമ്മുന്നു. തുമ്മിയാ തെറിക്കണ മോതിരമാണെങ്കിൽ തെറിക്കട്ടെന്ന്. അയ്യോ അത് അങ്ങനല്ല. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ. ഞാൻ ഇവിടെ മലയാളം പഠിപ്പിക്കാൻ വന്ന സാറാണല്ലോ. 3-4 പഴഞ്ചിൽ കൂടി പഠിപ്പിക്കട്ടെ. ഇല്ല, ഞാൻ